ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻ. അപ്പോൾ ഞാൻ ഇന്ന് ഇതുപോലൊരു ഹെയർ ബാൻഡാണ് ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഇതുപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാനായിട്ട് ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു സിൽവർ കളറിലുള്ള ഹെയർ ബാൻഡ് കിട്ടും. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മുടെ ബ്ലാക്ക് കളറിലുള്ള റിബൺ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ സിൽവർ കളറിലുള്ള ചെയിൻ സ്റ്റോണും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നമ്മൾ വരച്ചെടുക്കാനായിട്ട് ഗ്ലാസ് മാർക്ക് ചെയ്യുന്ന ഒരു പെൻസിലും, അതേപോലെ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂവും, പിന്നെ നമ്മൾ ഒരു ഫെൽറ്റ് ഷീറ്റുമാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറാണ് ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഹെയർ ബാൻഡിൽ ഞാൻ ഇതുപോലെ ഒരു ബ്ലാക്ക് വീതി കുറവായിട്ടുള്ള നമ്മുടെ ഒരു റിബൺ അത് ഞാൻ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുറ്റാനിപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ ഈ ഗ്ലൂ ഒന്ന് അറ്റത്തൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഫുള്ളൊന്ന് ചുറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ എളുപ്പമാണ്. അതിനിപ്പോൾ ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാനിത് ഇട്ടിട്ടുണ്ട്, ഇതെങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു സ്റ്റാറാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫെൽറ്റ് ഷീറ്റിൽ കുറച്ച് സ്റ്റാറുകൾ വരച്ചെടുക്കണം. അതായത് ഞാനിവിടെ 3 സ്റ്റാറാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലിപ്പം ചെറുതാക്കാം കേട്ടോ. ഇതെൻ്റെ കുറച്ച് നല്ല വലുതായി പോയി എന്ന് തോന്നുന്നല്ല, കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പം എനിക്ക് അതങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് ഒന്ന് ചെറുതാക്കി എടുക്കായിരുന്നു എന്ന്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിയും ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. സ്റ്റാർ ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ വരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ, അത് ഈ ഒരു നമ്മളിപ്പോൾ വരച്ചെടുത്ത ആ സ്റ്റാറിൻ്റെ മുകളിൽ കൂടെ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗ്ലൂ ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഈ ഗ്ലൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ അതേപോലെ ആ ഒരു നമ്മൾ എവിടെയാണോ വരച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ തന്നെയായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചുറ്റും എല്ലാതും. നല്ലപോലെ ഫാനൊക്കെ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേഗം ഉണങ്ങിപ്പോവും. അപ്പോൾ ഒന്ന് സ്ലോ ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒട്ടിക്കാനും പറ്റും, പെട്ടെന്ന് അത് ഡ്രൈ ആയി പോവത്തുമില്ല. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ സ്റ്റോൺ ഉണ്ടല്ലോ, സ്റ്റോൺ ചെയിൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഷേപ്പിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ആദ്യം ഒരു V ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് കറക്റ്റ് ആ ഒരു എൻഡ് എത്തുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു സ്റ്റോണ് വിട്ടിട്ട് രണ്ടാമത്തെ സ്റ്റോണിൻ്റെ അവിടെ നിന്ന് വേണം നമ്മൾ അടുത്തത് വെച്ച് കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതുപോലെ വീണ്ടും ഒരു V ചെയ്തെടുക്കുക. വീണ്ടും ആ എൻഡ് ഭാഗം എത്തുമ്പോൾ ഒന്ന് സ്റ്റോണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ചെയിൻ നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലും വീണ്ടും അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റോണിൻ്റെ അവിടെ നിന്ന് വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. കറക്റ്റ് ആ മോൾ ഭാഗം ഒരു കൂർത്ത പോലെ ഇരിക്കേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ സ്റ്റാറും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട്? നമുക്ക് എത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. ഒരു വെറൈറ്റി ആവും ചെയ്യും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സ്റ്റാർ അല്ലാതെ നമുക്ക് വേറെ ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഫ്ലവർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വല്ല മൃഗങ്ങളുണ്ടല്ലോ, ഇപ്പോൾ പൂച്ചയുടെ ഔട്ട്ലൈനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ ക്രിസ്മസ് ട്രീ ആയിക്കോട്ടെ. ക്രിസ്മസ് ട്രീ നമ്മളിപ്പോൾ ക്രിസ്മസിന് മാത്രമേ അത് വെക്കാറുള്ളൂ, അതുകൊണ്ട് അത് വേണ്ട. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, അത് ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഔട്ട്ലൈൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ നമ്മുടെ ഇനി ലാസ്റ്റ് ഒരു ഭാഗം കൂടിയുള്ളൂ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. പക്ഷേ എനിക്ക് ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ പിന്നെ മോനൊക്കെ
എന്തെങ്കിലും കറി എന്തെങ്കിലും ചെയ്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പം തന്നെ ഈ ഒട്ടിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞത് ഞാൻ വീണ്ടും ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്തെടുക്കാവൂ കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ 2 സ്റ്റാറും ചെയ്തെടുത്തു കേട്ടോ. നമുക്കിതിനെന്താ ചെയ്യേണ്ടത്, കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മളുടെ സോൾഡർ മെഷീനാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പം അത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന്. നമ്മൾ ഈ സ്റ്റോണിൻ്റെ ഓരത്തു കൂടെ എന്ത് ചെയ്യണം, ഈ ഒരു നിബ്ബ് കൊണ്ടുപോവാം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സംഭവം ഉണങ്ങിയിട്ടില്ല എന്ന്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു ഇളക്കമൊക്കെ കാണാനുണ്ട്. അപ്പം എല്ലാം കറക്റ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഉൾവശത്തും അതേപോലെ പുറം വശത്തും ഇതുപോലെ തന്നെ അതിൻ്റെ ഓരത്തു കൂടെ തന്നെ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പേടിക്കേണ്ട, ആ സ്റ്റോൺ ഉള്ള ഭാഗത്ത് ഒന്നും സംഭവിക്കില്ല കേട്ടോ. ഒന്നും നാശാവോ ഒന്നും ചെയ്യില്ല. കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു സോൾഡർ മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കത്രിക വെച്ചിട്ട് നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. ചെറിയ കത്രിക കേട്ടോ, വലുത് പറ്റില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലും നമുക്കത് കട്ട് ചെയ്യണ്ടേ. അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ചെറിയ കത്രിക ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ ഇങ്ങനെ. അപ്പം നമുക്ക് എത്ര പെട്ടെന്നാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയത്. ഇനി നമ്മൾ ഈ അറ്റങ്ങളൊക്കെ ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സോൾഡറിങ് മെഷീൻ വെച്ച് കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതുമൊന്ന് ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ അതവിടെ ഉരുകി പോകട്ടോ. ഉരുകിയിട്ട് കറക്റ്റ് ആ സ്റ്റോണിൻ്റെ അവിടെ ഇങ്ങനെ പതിഞ്ഞിരിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. പുറത്തേക്ക് തള്ളി നിൽക്കാതെ, ആ ഫെൽറ്റ് ഷീറ്റ് തള്ളി നിൽക്കാത്ത രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിന് നല്ല നീറ്റ്നെസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതേപോലെ നമുക്ക് മറ്റേ പീസും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ മൊത്തം 3 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ 3 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സോൾഡർ മെഷീൻ വെച്ചിട്ട് തന്നെ നമുക്കതിനെ ഒന്ന് പതിപ്പിച്ചെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ 3 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതേപോലെ തന്നെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ ആ ഹെയർ ബാൻഡിലോട്ട് ഇതിനെ ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നോക്കാം കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും, ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏത് ഇതിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഒരു സൈഡിൽ മാത്രം കാണുന്ന രീതിയിൽ, ഫുള്ള് റൗണ്ട് ചെയ്തിട്ടല്ലാതെ നമ്മൾ ഹെയർ ബാൻഡ് വെക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് കാണില്ലേ, ആ ഒരു രീതിയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതായത് സെൻറ്റർ ഭാഗത്തു നിന്ന് കുറച്ച് താഴ്വശത്തായിട്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഒരു ഈ ഗ്ലൂ തന്നെയാണ് കേട്ടോ ഞാൻ എന്താ പറയുക, നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടല്ല ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കാരണം റിബൺ ആയതുകൊണ്ട് ഈ ഒരു ഗ്ലൂ മതി, പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും, അത് പെട്ടെന്ന് ഇങ്ങനെ പോരൊന്നും ചെയ്യില്ല. അപ്പോൾ ഫെൽറ്റ് ഷീറ്റാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് ഇത് ധാരാളം മതി കേട്ടോ. ഈ ഒരു പശ തന്നെ ധാരാളമാണ്. അപ്പം ഇതുപോലെ ഞാൻ ഒട്ടിച്ചു എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ വിട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, വെക്കാം. അപ്പോൾ ഞാനിത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഷേപ്പിലാണ് ഞാനിത് വെച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വെച്ചെടുക്കുന്നത്. കാണാനില്ല അല്ലേ, കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ കുറച്ച് പശ തേക്കുക. നമ്മൾ എവിടെയാണോ ഒട്ടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എത്രത്തോളം ആ ഒരു ഫെൽറ്റ് ഷീറ്റ് വരും അവിടെ മാത്രമേ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ബാക്കി നമ്മൾ കണ്ടില്ല, ആ ഉള്ളിലൊരു ഗ്യാപ്പൊക്കെ കാണാനുണ്ട്, ആ ഭാഗത്തൊന്നും നമ്മളിത് തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എവിടെയാണോ ഒട്ടിച്ചെടുക്കുന്നത് അവിടെ മാത്രം നമ്മൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ രണ്ടാമത്തേതും വെച്ച് കൊടുത്തു. അങ്ങനെ നമുക്ക് മൂന്നാമത്തേയും വെച്ച് കൊടുക്കണം.
അപ്പോൾ മൂന്നാമത്തെയും കൂടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ ഹെയർ ബാൻഡ് എന്ന്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷമാണ് എനിക്ക് ഇത്ര വലിപ്പം വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. ശരിയാണ്, കുറച്ചൊന്ന് ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു. ഇത് മോള് ചെറുതായതുകൊണ്ട് വലിയവർക്കാണെങ്കിലും ഇത് ഇത്രയും വലുപ്പം വേണ്ടാന്ന് തോന്നി കേട്ടോ. ഒരു ചെറുതായിട്ട്, അതായത് ഒരു മൂടിയുടെയൊക്കെ ചെറിയൊരു വട്ടം, ഒരു കുപ്പിയുടെ ചെറിയ 7-അപ്പിൻ്റെ ബോട്ടിലുടെയൊക്കെ മൂടിയുടെ വട്ടം ഉണ്ടല്ലോ, ആ ഒരു വട്ടമൊക്കെ മതി. അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാനിതാ 3 സ്റ്റാറുകളും നമ്മുടെ ഹെയർ ബാൻഡിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടാനായിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അപ്പോൾ ഇത് ഒട്ടിയതിന് ശേഷം നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഹെയർ ബാൻഡ് എന്ന് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒട്ടാനായിട്ട് നമ്മൾ കുറേ സമയം ഒരു ദിവസമെങ്കിലും നമ്മളിത് വെക്കണം കേട്ടോ. അപ്പോഴാണിത് കറക്റ്റ് നല്ല ഭംഗിയിൽ ഒട്ടി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോരും. കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കണമെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് അവരൊന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ തന്നെ അത് പോരും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒട്ടാനായിട്ട് നല്ലൊരു സമയം അതിന് കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ എനിക്കിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വേഗം കാണിച്ചു തരികയാണ്. ഇതുപോലെ ഉണ്ടാവുക. നമ്മൾ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിട്ടോ ഉണ്ടാവുക. അപ്പം എല്ലാവർക്കും ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇത് വലിയ ഇഷ്ടമാവും. സ്റ്റാറൊക്കെ ആകുമ്പോൾ എല്ലാ പിള്ളേർക്കും ഇഷ്ടമാവും ഇത് കാണാൻ, ഇങ്ങനെ ധരിക്കാനായിട്ട്, അതായത് എന്താ പറയുക, തലയിൽ വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും ഇതെൻ്റെ മോള് തലയിൽ വെച്ചിട്ടുള്ള ഫോട്ടോയും ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.